ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ SCERT സയൻസിലെ 19ാമത്തെയും 20ാമത്തെയും ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ സയൻസിൻ്റെ അവസാനത്തെ ഭാഗത്തെ ക്ലാസ്സാണിത്. നമുക്ക് നോക്കാം. 19ാമത്തെ ചാപ്റ്ററാണ് ശബ്ദം. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെയാണ് ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ആവൃത്തി കണ്ടുപിടിക്കാനായിട്ട് ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം ചെയ്താൽ മതി. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പെൻഡുലത്തിൻ്റെ നീളം കൂടിക്കഴിഞ്ഞാൽ ആവൃത്തി കുറയും. ആവൃത്തി കൂടുന്നതിനനുസരിച്ച് ശബ്ദം കൂടുന്നു. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയെ അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്നാണ് പറയുക. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയെ പറയുന്നതാണ് സ്വാഭാവിക ആവൃത്തി. കൊതുകിൻ്റെയും തേനീച്ചയുടെയും ശബ്ദം അവയുടെ ചിറകുകളുടെ കമ്പനമാണ്. കൊതുകിൻ്റെയും തേനീച്ചയുടെയും ചിറകുകളുടെ കമ്പനമാണ് നമുക്ക് ശബ്ദമായിട്ട് തോന്നുന്നത്. കൊതുകിൻ്റെ ശബ്ദം 500 ഹെഡ്സും തേനീച്ചയുടെ ശബ്ദം 300 ഹെഡ്സുമാണ്. ചീവീടുണ്ടാക്കുന്ന ശബ്ദം അതിൻ്റെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിലുള്ള ഉരസലിൻ്റെ ഫലമായിട്ടാണ്. ചീവീടിൻ്റെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ് ചീവീട് ശബ്ദമുണ്ടാക്കുന്നത്. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെയാണ് സ്ഥായി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശബ്ദവും കുയിലിൻ്റെ ശബ്ദവും സ്ഥായി കൂടിയതും ഉച്ചത കുറഞ്ഞതുമായ ശബ്ദമാണ് സ്ത്രീകളുടെ ശബ്ദവും കുയിൽ ശബ്ദവും. പുരുഷന്മാരുടെ ശബ്ദത്തിന് സ്ഥായി കുറഞ്ഞതായിരിക്കും. സിംഹത്തിൻ്റെ അലറൽ, പുരുഷന്മാരുടെ ശബ്ദം, ഇതിനെല്ലാം സ്ഥായി കുറഞ്ഞിരിക്കും, ഉച്ചത കൂടിയാണ് ഇരിക്കുന്നത്. സ്വനതന്തു നീളം വെക്കുന്നത് കൊണ്ടാണ് ഉച്ചത കൂടിയിരിക്കുന്നത്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത എന്ന് പറയുന്നത്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉച്ചത പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഡെസിബൽ. ശബ്ദ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്നത് ഡെസിബൽ മീറ്റർ ആണ്. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്നത് ഡെസിബൽ മീറ്റർ ആണ്. സംഗീതം ക്രമമായ കമ്പനമാണ്. ഇമ്പമുള്ള ശബ്ദമെല്ലാം ക്രമമായ കമ്പനം ഉണ്ടാക്കുന്നു. ഒച്ച എന്ന് പറയുന്നത് ക്രമരഹിതമായ കമ്പനമാണ്. അരോചകമുണ്ടാക്കുന്ന ശബ്ദമെല്ലാം ക്രമരഹിത കമ്പനമായിരിക്കും. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ലോകത്തിലെ ആദ്യ ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. ആദ്യമായിട്ട് ടെലിഫോൺ കണ്ടുപിടിച്ച വ്യക്തി അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. 1876 ഒക്ടോബർ 9 കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെ 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെയാണ് അവർ സംസാരിച്ചത്. സുഹൃത്തായിട്ടുള്ള വാട്സണുമായിട്ടാണ് ഈ സംസാരം നടന്നത്. ഉച്ചതയുടെ യൂണിറ്റാണ് ബെല്ല്. ഇതിൻ്റെ ചെറിയ അളവാണ് ഡെസിബൽ. ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദമാണ് 120 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം. 120 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദമാണ് ചെവിക്ക് വേദനയുണ്ടാക്കുന്നത്. 110 മുതൽ 140 ഡെസിബൽ വരെയാണ് ജെറ്റ് എഞ്ചിൻ്റെ ശബ്ദം. 100 മീറ്റർ അകലെയുള്ള ജെറ്റ് എഞ്ചിൻ്റെ ശബ്ദം 110 മുതൽ 140 ഡെസിബൽ വരെയാണ്. വാഹന തിരക്കേറിയ റോഡിൽ 80 മുതൽ 90 വരെ ഡെസിബലാണ് ശബ്ദം. വാഹന തിരക്കേറിയ റോഡിൽ 80 മുതൽ 90 ഡെസിബൽ വരെയാണ്. കാറിൻ്റെ ശബ്ദം 60 മുതൽ 80 ഡെസിബൽ വരെയാണ് കാറിൻ്റെ ശബ്ദം. സാധാരണ സംഭാഷണം 40 മുതൽ 60 ഡെസിബൽ വരെയാണ്. സാധാരണ സംഭാഷണത്തിൻ്റെ ഉച്ചത 40 മുതൽ 60 ഡെസിബൽ വരെയാണ്.
ഇലകളുടെ മർമ്മരത്തിൻ്റെ ഉച്ചത 10 ഡെസിബലാണ്. ഇലകളുടെ മർമ്മരം 10 ഡെസിബലാണ്. ഒച്ചിൻ്റെ ആകൃതിയിലുള്ളതും 3 സെൻറ്റിമീറ്റർ നീളമുള്ളതുമായ ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. ഒച്ചിൻ്റെ ആകൃതിയുള്ളതും 3 സെൻറ്റിമീറ്റർ നീളമുള്ളതുമായ ചെവിയിലെ ഭാഗം കോക്ലിയയാണ്. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. മനുഷ്യനിത് കേൾക്കാൻ സാധിക്കില്ല. 30,000 ഹെഡ്സ് ആവൃത്തിയുള്ളതാണ് ഗാൾട്ടൺ വിസിൽ. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ മാത്രമാണ്. ശ്രവണ സഹായിയിൽ 3 ഭാഗമാണുള്ളത്: മൈക്രോഫോണ്, ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ. ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നതാണ് മൈക്രോഫോൺ. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. ആംപ്ലിഫയർ ആണ് വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നത്. വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നത് ആംപ്ലിഫയർ ആണ്. ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിലെത്തിക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ്. ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിലെത്തിക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ്. 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ളതാണ് ഇൻഫ്രാസോണിക് ശബ്ദം. ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറഞ്ഞാൽ 20 ഹെഡ്സിൽ താഴെയുള്ള ശബ്ദമാണ്. 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത്. വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കുന്ന ജീവിയാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കുന്നത് വവ്വാലിനാണ്. ഭൂകമ്പം ഇൻഫ്രാസോണിക് തരംഗമാണ് ഉണ്ടാക്കുന്നത്. ഭൂകമ്പത്തിലൂടെ വരുന്നത് ഇൻഫ്രാസോണിക് തരംഗമാണ്. നമുക്ക് ചുറ്റുമുള്ള ജീവികളുടെ ശ്രവണ പരിധി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെങ്കിൽ ടെക്സ്റ്റ് നോക്കി പഠിച്ചെടുക്കാം. ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാവുന്നതാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗം സോണാറിൽ ഉപയോഗിക്കുന്നു. രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായും ഉപയോഗിക്കുന്നുണ്ട്. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാറ്. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് സോണാറ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇതിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആശുപത്രി പരിസരത്തും വിദ്യാലയ പരിസരത്തും ശബ്ദപരിധി 50 ഡെസിബലാണ്. ആശുപത്രിയിലും വിദ്യാലയ പരിസരത്തും ശബ്ദപരിധി 50 ഡെസിബലാണ്. അടുത്ത ലെസനാണ് സ്ഥിതവൈദ്യുതി. ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഇത് രണ്ടിൻ്റെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമായി ഇരിക്കുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുന്നു. വസ്തുക്കൾ തമ്മിൽ ഉരസുന്ന സമയത്ത് ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെയാണ് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെയാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. ലോഹങ്ങൾ ചാലകങ്ങളാണ്. അതുകൊണ്ട് ലോഹങ്ങളിൽ സ്ഥിത വൈദ്യുത ചാർജ് സ്വരൂപിക്കപ്പെടുന്നില്ല. ചാർജ് ഉള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. ചാർജ് ഉള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കും. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കും. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുകയും സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുകയും ചെയ്യും. വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടോ എന്ന് അറിയാനുള്ള മാർഗം വികർഷണമാണ്. വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടോ എന്ന് അറിയാനുള്ള മാർഗമാണ് വികർഷണം. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളോമാണ്. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റാണ് കൂളോം. ചാർജ് ഒരു അദിശ അളവാണ്. അദിശ അളവാണ് ചാർജ്. സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ്.
ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിംഗ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ ചാർജ് പൂർണ്ണമായും നിർവീര്യമാകും. ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് ഇലക്ട്രോൺ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെ സ്ഥിത വൈദ്യുത പ്രേരണമെന്ന് പറയുന്നു. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെയാണ് സ്ഥിത വൈദ്യുത പ്രേരണമെന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. വൈദ്യുത ചാർജിനെ സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണ് കപ്പാസിറ്റർ. വൈദ്യുത ചാർജിനെ സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണ് കപ്പാസിറ്റർ. ഇതിൻ്റെ പ്രവർത്തനം സ്ഥിത വൈദ്യുത പ്രേരണമാണ്. കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനം സ്ഥിത വൈദ്യുത പ്രേരണമാണ്. കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയെ പറയുന്നതാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാണ്. ഒരു ഫാരഡ് എന്ന് പറയുന്നത് 10�6 മൈക്രോ ഫാരഡിനും 10�12 പീക്കോ ഫാരഡിനും തുല്യമാണ്. ഒരു ഫാരഡ് എന്ന് പറയുന്നത് 10�6 മൈക്രോ ഫാരഡിനും 10�12 പീക്കോ ഫാരഡിനും തുല്യമാണ്. കപ്പാസിറ്ററിൻ്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററുകളാണ് ഡൈ ഇലക്ട്രിക് ഇൻസുലേറ്ററുകളാണ് കപ്പാസിറ്ററിൻ്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ. അതിനുദാഹരണമാണ് പേപ്പർ, വായു, പോളിസ്റ്റർ. ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ അളവ് കൂടുതലാണ്. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ. വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുള്ള പ്രകമ്പനമാണ് ഇടിനാദം എന്ന് പറയുന്നത്. വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുണ്ടാകുന്ന പ്രകമ്പനമാണ് ഇടിനാദം. മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണമാണ് പട്ടം പറത്തൽ പരീക്ഷണം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നടത്തിയതാണ് പട്ടം പറത്തൽ പരീക്ഷണം. വൈദ്യുത ചാർജുകളെ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അദ്ദേഹം അമേരിക്കയിലെ ബോസ്റ്റണിലാണ് ജനിച്ചത്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതോടുകൂടെ നമ്മുടെ 8ാം ക്ലാസ്സിലെ SCERT സയൻസ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയാണ് ചെയ്യാനുള്ളത്. അതിലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സെപ്പറേറ്റ് ടെക്സ്റ്റാണ്. അതുകൊണ്ട് അത്രയും കൂടുതൽ കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും 3-4 ചാപ്റ്റർ വെച്ചുകൊണ്ട് ഓരോ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് ക്ലാസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ 60 ദിവസം കൊണ്ട് ആ SCERT സയൻസിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്